പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ എടുത്ത തീരുമാനം ഒടുവിൽ ക്രിഷ് നടപ്പിലാക്കിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ എല്ലാവരും പകച്ചു പോകുന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൺമണിയെ ക്രിഷ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കൺമണി എൻ്റെ പെണ്ണാണ് എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് ഇതേ തുടർന്ന് കൺമണിയെയും കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് എസ് ഐ അനിരുദ്ധ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരുന്നത്. നീ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരനെയാ കൈവച്ചിട്ടുള്ളത്, അങ്ങനെയങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നടക്കടാ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ക്രിഷ് ഒന്ന് പെട്ടുപോകുന്നു. പക്ഷേ കൺമണിയുടെ കാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഇതോടെ വരുണിന്റെ കല്യാണം മുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. കൺമണിയെ സ്വന്തമാക്കിക്കൊണ്ട് ക്രിഷ് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. കൺമണിക്ക് ഒരു പ്രശ്നവും ഞാനായി ഉണ്ടാക്കുകയില്ല. കൺമണി എൻ്റെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും എന്നുള്ള ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ക്രിഷ് വാക്കു നൽകിയതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് കൺമണിയെ കൊണ്ടുപോകാനുള്ള തീരുമാനം ക്രിഷ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ ഇതേ സമയം അറിയാൻ ഇടയാകുന്ന മാനസയാകട്ടെ ഒന്ന് ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ മാനസ ഫോൺ ചെയ്തിരിക്കുകയാണ് ആൻറ്റിയമ്മ. ആൻറ്റിയമ്മ, കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ക്രിഷ് ഇപ്പോൾ വരുണിന്റെ കല്യാണത്തിന് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, അവിടെ വെച്ച് താലികെട്ടി തിരികെ വരികയും ചെയ്തു. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞ് ആൻറ്റിയമ്മയാകെ ഞെട്ടിപ്പോകുന്നു. എന്താണ് സംഭവിച്ചത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ആൻറ്റിയമ്മ. എന്തായാലും അവളെയും കൊണ്ട് ഇവിടേക്ക് തന്നെ വരും, അപ്പോൾ അതിനുള്ള തിരിച്ചടി കൊടുക്കാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാനസിയും. അതുകൊണ്ട് തന്നെ മാനസ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആൻറ്റിയമ്മയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മയാകട്ടെ കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും അവളെ എന്തായാലും വീട്ടിൽ കയറ്റുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.